ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശ്രദ്ധേയനായി മാറേണ്ടിയിരുന്ന ആളുകൾ ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം തിരശ്ശീലയ്ക്ക് മുന്നിൽ നിറഞ്ഞതായി വേദികളിൽ, തെരുവുകളിൽ, പ്രചരണങ്ങളിൽ കാണുന്നില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നും അദ്ദേഹം വിലയേറിയ താരം തന്നെയാണ്. പലതരത്തിലുള്ള നിലപാടുകൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ കൊണ്ടും കേസിൻ്റെയും പരാതികളുടെയും പ്രവാഹം കൊണ്ടും ഒടുവിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സ്ഥിതിവിശേഷത്തിലൊക്കെ എത്തിയെങ്കിലും വളരെ കരുത്തുറ്റ ആത്മവിശ്വാസത്തോടെ ഇന്നും അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമ ഫോറങ്ങളിൽ നിറഞ്ഞ് സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് മാത്രമല്ല, ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടോ പാർട്ടിക്കെതിരെ ഒരക്ഷരം പോലും ഇന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരുപക്ഷെ കോൺഗ്രസ് സ്വീകരിച്ച അച്ചടക്ക നടപടികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രങ്ങളിലൊന്നാണ്. കോൺഗ്രസിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അവരവർക്ക് ഇഷ്ടമില്ലാത്തത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് നടപടിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയല്ല, പാർട്ടി വിരുദ്ധമാണ്, പാർട്ടിയെ ദ്രോഹിക്കുന്നതാണ്, ഈ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തുകൂടാത്തതാണ് എന്നൊക്കെ ഉള്ളത് പോലും തിരിച്ചറിയാനാവാതെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുകയും നടപടിയെടുക്കുമ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള വിവരങ്ങളും വാർത്തകളും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നൽകുകയും മുനവെച്ച് സംസാരിക്കുകയും പ്രതിസന്ധി സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കോൺഗ്രസിൽ ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരമൊരു തലവേദനയ്ക്ക് ഈ ഇലക്ഷൻ കാലത്ത് കോൺഗ്രസ്സിന് ഉണ്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേൾക്കുന്നവർ ചോദിക്കും, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ലേ, അദ്ദേഹത്തിൻ്റെ തെറ്റിന് ഉചിതമായ ശിക്ഷയല്ലേ നൽകിയത് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ തെറ്റ് ചെയ്തവരും ഉചിതമായ ശിക്ഷ നൽകിയവരുമൊക്കെ എത്ര പേരാണ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കാതെ നിശബ്ദമായി ഇരുന്നിട്ടുള്ളത് എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. അയാൾക്കെതിരെ ഒരു കേസുണ്ടായപ്പോൾ ആ കേസിൻ്റെ വിഷയത്തിൽ എല്ലാ ആളുകളും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള മുഴുവൻ വനിതാ നേതാക്കളടക്കം ദിവസങ്ങളോളം മാധ്യമപ്രവർത്തകരോടൊപ്പം ഉറഞ്ഞുതുള്ളി. ഇപ്പോൾ രഞ്ജിത്ത് അടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ അവൾക്കൊപ്പമെന്നോ അവനൊപ്പമെന്നോ മൂണ്ട് ബാറ്റ് മൂണെന്നോ പറഞ്ഞൊന്നുമുള്ള പൊതു എഴുത്തുകൾ എങ്ങും കണ്ടതേയില്ല. ആ പൊതു എഴുത്തുകളെല്ലാം അങ്ങ് നിശബ്ദമായി. എന്തിന്, ഈ രഞ്ജിത്ത് SFI പ്രവർത്തകനാണെന്ന് സ്വയം പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഓരം പറ്റി നടന്നിട്ട് പോലും ഒരു തരത്തിലും ആരും ഒരു അക്ഷരവും ഈ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലും ഉണ്ടാക്കിയില്ല. എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ലെന്നെങ്കിലും ചോദിക്കാൻ ഈ പറയുന്നത് പോലെ അയാൾ രംഗത്ത് വന്നില്ല എന്നതാണൊരു പ്രത്യേകത. ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പേരറിയാത്ത ഒരു കുറേ സൈബർ ആളുകളും പിന്നെ നിയാസ് മലബാറിയെപ്പോലെ, ഫെനി നൈനാനെപ്പോലെയൊക്കെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതിരോധമോ അല്ലെങ്കിൽ മറുപടിയോ അല്ലെങ്കിൽ ഒരു സാന്ത്വനമോ ഒക്കെ നൽകിയത്. കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായ ആളുകൾ പോലും ആ കാര്യത്തിൽ നിശബ്ദരോ അകലം പാലിക്കുകയോ ഒക്കെ ചെയ്തവരാണ്. അതൊക്കെ തിന്മയോടുള്ള സംഗതികളോടൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരുപാട് മാനങ്ങളും ചർച്ചകളും വേറെ ചെയ്യേണ്ടി വരും. ഞാനിത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പുകഴ്ത്തുന്നതിലോ വെള്ളപൂശുന്നതിലോ അർത്ഥമില്ല. അദ്ദേഹം തിരശ്ശീലയ്ക്ക് പുറകിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേജുകളിലൂടെ പരതി നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഇട്ടതോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള എല്ലാ ആശയങ്ങൾക്കും 20,000-നും 30,000-നും അപ്പുറമൊക്കെയാണ് അതിനെ ലൈക്ക് ചെയ്ത് പിന്തുണ നൽകുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു അച്ചടക്ക നടപടിയിൽ ഇത്രയും കൃത്യമായി അനുസരിച്ച ഒരാളുണ്ടാവില്ല. ഇനി ചിലർക്ക് സംശയം ഉണ്ടാവും, അദ്ദേഹം പാർട്ടി മാറിയാലോ എന്ന്. അദ്ദേഹം പാർട്ടി മാറിയാൽ ഏത് പാർട്ടിയിലേക്കാണോ ചെല്ലുന്നത് അവർ കൃത്യമായി അദ്ദേഹത്തെ വെളുപ്പിച്ച് ഈ സംഭവങ്ങളിൽ ചില ആസൂത്രിത ഭാവങ്ങളുടെ തലങ്ങളുമൊക്കെയാക്കി മാറ്റി അങ്ങ് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ഈ പാർട്ടിയിലാവുമ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൂടി ഈ സംഭവത്തിൽ നിന്ന് വെളിവാകുന്നുണ്ട്. ഒടുവിലെങ്കിലും പ്രതിപക്ഷ നേതാവ് ചങ്ക് പൊട്ടിയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ പറയുന്നതും കേൾക്കാനിടയായി. സംഗതി എല്ലാം അനുഭവിച്ച്
ഈ പറയുന്നത് പോലെ കുറഞ്ഞ കാലത്തേക്ക് ജനപ്രതിനിധിയുമായി പിന്നീട് ഇതെല്ലാം അനുഭവിച്ച് അദ്ദേഹം ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിലുണ്ട്, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ മുന്നിൽ തന്നെയുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതി.